നമസ്കാരം. ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് മാത്രം വന്നേക്കുന്നതാണ്. ജസ്റ്റ് ഞാൻ ആരാണ് എന്നൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നി. എൻ്റെ പേര് മേഘ. എന്തിനാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത് എന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം FBയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന് എനിക്ക് ഒരുപാട് റിപ്ലൈസ് വന്നു. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് അത് അതിലെനിക്ക് വന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് റെഡിയാക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ ആരാണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്, പിന്നെ നിങ്ങൾ ജെനുവിനാണോ, നിങ്ങൾ ഇതുകൊണ്ട് ഉഡായിപ്പാണോ, അങ്ങനെയൊക്കെ ചോദിച്ചു വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും റിപ്ലൈ നമുക്ക് കറക്റ്റ് ടൈമിൽ കൊടുക്കാൻ ചില സിറ്റുവേഷനിൽ ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ ഇത് വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഞാൻ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു കോൾഡിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കുഞ്ഞുണ്ട്, അവനെ താഴെ ആക്കിയിട്ടാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ആൾ കയറി വരാം. ഓക്കെ, എന്താണെങ്കിലും എൻ്റെ പേര് മേഘ. ഞാനൊരു നേഴ്സാണ്. അതിനപ്പുറം ഞാൻ പറയുന്നത് ഞാനൊരു വുമണാണെന്ന് തന്നെയാണ്. മറ്റൊന്നും കൊണ്ടല്ല. ഞാനിങ്ങനെയൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരാനുണ്ടായ റീസൺ, ഈ വീട്ടിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ സിറ്റുവേഷനിലിരിക്കുന്ന ഒരുപാട് ലേഡീസും ജെൻസും, ആരെ ഞാൻ പറയില്ല, രണ്ടുപേരും ഉണ്ടാവും. അതിൽ എൻ്റെ മുന്നിൽ കണ്ട ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് അമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് ലേഡീസ്, അവർക്കുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമായിരിക്കാം. ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ രോഗങ്ങളാകാം, അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അവർക്ക് പോകാൻ വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പെർമിഷൻ ഇല്ല. അങ്ങനെ പല റീസണിലുള്ള ആളുകൾ അവരുടെ ഇഷ്ടപ്പെട്ട പാഷനായ ക്രാഫ്റ്റ് വർക്കും ആർട്ടും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്തും അവരുടെ ഇഷ്ടമായ കാര്യങ്ങൾ അവർക്ക് ചെയ്ത് അവരുടെ ഒരു ഐഡൻറ്റിറ്റി അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് പേര് സങ്കടപ്പെടുന്നുണ്ടെന്ന് ഈ അടുത്തിടെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. ഓൾറെഡി ഞാൻ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു നേഴ്സാണ്. എനിക്ക് വർക്ക് ചെയ്യുന്നില്ല അറ്റ് പ്രസൻ്റ്ലി. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു പാഷനാണ്. ഞാനും കുറേ വർക്ക് ചെയ്തു, കുറേ പൊടി പിടിച്ച് പോയി, കുറേ എടുത്ത് കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊരു അധികപ്പറ്റായിട്ട് നമ്മൾ ചെയ്ത വർക്കുകൾ ഇരിക്കുന്നു എന്നല്ലാതെ അത് സെയിലാക്കാനോ പുറത്ത് പോകാനോ അന്നൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതേപ്പറ്റി വലിയ ഐഡിയാസ് പോലും ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഒരു ബിസിനസ്സാണ്. അപ്പോൾ ആൾ പറഞ്ഞു, ഏതായാലും വർക്ക് ചെയ്യല്ലേ, അത് സെയിൽ ചെയ്തൂടെ. അങ്ങനെ ഞാൻ സെയിൽ ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകളൊന്നും ഇവിടെ ആർക്കും വേണ്ട. കാരണം ഇതൊക്കെ ചൈനയിൽ നിന്ന് വില കുറവിൽ കിട്ടും. അതാണ് എല്ലാവരും നമ്മളോട് പറയുന്ന ഒരു ഡയലോഗ്. അല്ലെങ്കിൽ ഇന്ന മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും വിലക്കുറവിൽ കിട്ടും, പിന്നെ ഞാൻ എന്തിനീ വില കൂടിയത് വാങ്ങണം എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം നമ്മൾ ഈ വാങ്ങിയ പ്രൊഡക്റ്റ് ചെയ്യുന്നതും നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെയും ബെനിഫിറ്റ് തരാൻ അവർക്കും താല്പര്യമില്ല, നാട്ടിലുള്ള ജനങ്ങൾക്കും വില കുറഞ്ഞ ഐറ്റംസ് എന്ന കണക്ക് കൂട്ടി അല്ലെങ്കിൽ അങ്ങനെ കിട്ടുമെന്നാണ് ചിന്തിക്കുക. സാധാരണമായി നമ്മളുമാണെങ്കിലും വില കുറവുള്ള ഐറ്റം ഏതാണോ അതായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ അത് ചിന്ത വന്നതുകൊണ്ട് ഞാൻ വില കൂടി വിൽക്കാൻ എന്നല്ല പറഞ്ഞ്, നമുക്കും വിലക്കുറവിൽ സാധാരണ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു വർക്കുകൾ, നമ്മുടെ കഴിവുകളിലുള്ള ഐറ്റംസ് നമ്മൾ വെളിയിൽ എത്തിക്കുക, അതൊന്ന് മാർക്കറ്റ് ചെയ്യുക, പുറത്ത് ആൾക്കാർക്ക് സെയിൽ ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുക്കുക. എൻ്റെ കുഞ്ഞ് വന്നല്ലോ, വാ. ഇതാണ് എൻ്റെ കുട്ടിക്കുറുമ്പൻ. 3 വയസ്സാകണം കേട്ടോ, ഡിസംബറിൽ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ളപ്പോൾ എനിക്ക് അത് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് അത് ശരിക്കും മനസ്സിലായത്. ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ഇച്ചാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, നമുക്കിതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്താലോ. ഇതുപോലെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് തന്നെ വന്ന് ചോദിച്ചു. ഞങ്ങളിങ്ങനെ വർക്കുകൾ ചെയ്യുന്ന കണ്ടപ്പോൾ, നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ എനിക്കും ആവാൻ താല്പര്യമുണ്ട്, വീട്ടിൽ ചെയ്യാൻ സാഹചര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് ഒന്ന് സെയിൽ ചെയ്യാൻ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, എന്നാൽ അതൊന്ന് വർക്കൗട്ടാക്കി നോക്കിയാലോ, എന്താണ് ആളുകളുടെ റെസ്പോൺസ് എന്ന്.
അപ്പോൾ നമുക്കാണെങ്കിൽ ഓൾറെഡി ഹസ്ബൻഡിന് മൂന്നാർ, വാഗമൺ അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് സെക്ടറിൽ നമുക്ക് ഓൾറെഡി ചെറിയൊരു ബിസിനസ് ഉണ്ട് ആൾക്ക്. അവരോട് നമ്മൾ ഓൾറെഡി നമ്മുടെ കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഞങ്ങളുടെ ഹയർ അതോറിറ്റിയുമായിട്ട് ഞങ്ങൾ സംസാരിക്കട്ടെ, ഒരു നല്ല കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചത്. അപ്പോൾ ഒരു വുമൺ എൻ്റർപ്രനർ എന്ന ലെവലിൽ നമുക്കിത് ചെയ്യാൻ വർക്കൗട്ട് ചെയ്യാം, ഞങ്ങളൊന്ന് അതേപ്പറ്റി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് കണ്ടപ്പോൾ ഇനി നമ്മളെ ചുറ്റുമുള്ള, അതായത് നമ്മുടെ ലേഡീസ് അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കാൻ വർക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അവരുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ FBയിൽ പോസ്റ്റ് ഇട്ടത്. അവിടെ ഞാൻ പ്രതീക്ഷിക്കാത്തതിനേക്കാൾ വലിയൊരു റെസ്പോൺസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഒരു 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 നൈറ്റ് കൊണ്ട് എനിക്ക് ഒരു 1000 ആൾക്കുള്ള, 1000 അല്ല, അതിന് എനിക്ക് എണ്ണിയിട്ടില്ല ഞാൻ. അത്രയും ആളുകൾ എന്നോട് പോസിറ്റീവ് റെസ്പോൺസുമായിട്ട് വന്നു. ഒപ്പം കുറേ നെഗറ്റീവ്സും ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അത് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തു. ഞങ്ങൾ ഇതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ സാർമാരുടെ അടുത്ത് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർ ഞങ്ങളോട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് മെയിൽ ചെയ്യാൻ പറഞ്ഞു. കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ വർക്കുകൾ ഞങ്ങൾക്ക് ആ ഫോട്ടോസ് അയച്ചു തരൂ. ഞങ്ങൾക്ക് ഈ സാർമാരെ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, എന്താണ് വർക്ക് എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഫോട്ടോസ് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് നിങ്ങളുടെ വർക്കുകളെല്ലാം. അതിൽ നിന്ന് അവർക്ക് വളരെ പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം നിങ്ങൾക്കും നമുക്കൊരു കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കുക എന്നൊരു കാര്യം മാത്രമാണ് ഇത് ബാലൻസ് ആയി കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു 2 വീക്സ് ടൈം. അപ്പോൾ അതിനുള്ളിൽ നമുക്കറിയാം എന്തായിരിക്കാം ഇതെന്ന്. അപ്പോൾ അതിൽ ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു കാറ്റലോഗ് റെഡിയാക്കുന്നു, അതോടൊപ്പം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം റെഡിയാക്കുക, നമ്മുടേതായ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, അതിനുള്ളിൽ നിങ്ങളുടേതായ ഐഡൻറ്റിറ്റിയിൽ നിങ്ങൾ ചെയ്യുന്ന വർക്ക് നിങ്ങളുടെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ പോസ്റ്റ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്കൊരു വരുമാനം ലഭിക്കാൻ സഹായമായാൽ അത് ഞങ്ങൾക്കും ബെനിഫിറ്റാണ്. അപ്പോൾ നിങ്ങളുടെ വർക്കിൻ്റെ വിലയും നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങളിടുന്ന ആ വിലയേക്കാളും ഒരു ചെറിയ പെർസെൻറ്റേജും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തായിരിക്കും ഞങ്ങളത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ കാരണം ഈ വർക്ക് ചെയ്യുന്നതിനകത്ത് നിന്ന് തീർച്ചയായിട്ടും എനിക്ക് ഏണിങ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചത്. അതോടൊപ്പം ഇത് ഡയറക്റ്റ് നമുക്ക് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാനുള്ള വഴികൾ ഒരുപാടുണ്ട്. ഞങ്ങളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നല്ല, അതിൻ്റെ ഏകദേശം ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പ്ലേസ് ഓൾറെഡി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ റെഡി ആയി കഴിഞ്ഞാൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, അതുപോലെ ഫോറിനേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ വർക്കുകളും അല്ലെങ്കിൽ ഈ കൊച്ചു കൊച്ചു ക്രാഫ്റ്റ് വർക്കുകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ അത് അവർ ഇന്ത്യയിൽ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പം അവരെ സംബന്ധിച്ച് അത് വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അവരത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കൊച്ചു വർക്കുകളും നമുക്കതിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനകത്ത് വാല്യൂ, നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് എന്ന് ചോദിച്ചതിന്, ചെയ്ത പ്രൊഡക്റ്റിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതിൽ നിന്ന് ഒരു ചെറിയ പെർസെൻറ്റേജ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ വിലയിടുന്നത്. അപ്പോൾ ആ കിട്ടുന്ന എക്സ്ട്രാ പെർസെൻറ്റേജ് ആയിരിക്കും ഞങ്ങളുടെ വില, ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അതാണ്. പിന്നെ ഇത് ഉടായിപ്പാണോ, പിന്നെന്താ ഇതിന് അങ്ങനെയൊക്കെ ചോദിച്ച ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ വലിയ ബിസിനസ് വുമണോ അല്ലെങ്കിൽ വലിയ ക്രാഫ്റ്റ് വർക്ക് അങ്ങനെ ഒന്നുമല്ല. സിമ്പിളായ ഒരു നഴ്സാണെന്ന് തന്നെ പറയാം. പക്ഷേ എനിക്ക് ഇതിൽ എൻ്റെ മനസാക്ഷിയിൽ വെച്ചിട്ട് ഞാൻ പറയുന്നു, എനിക്ക് എല്ലാ വുമൺസിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതിൽ ഒരു പാർട്ടാവാൻ അല്ലെങ്കിൽ ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ എനിക്കിപ്പോഴത്തെ സിറ്റുവേഷനിൽ എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ടോടു കൂടി മാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം, അതിൽ ഞാൻ മൂലം ഒരു 10 പേർക്ക് സന്തോഷം അല്ലെങ്കിൽ അവർക്കൊരു വരുമാനം നേടാൻ സഹായകമാകും എന്ന് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അതാണ് മെയിൻലി അതാണ് ഒരു കാര്യം. അതിനൊപ്പം എനിക്ക് ഏണിങ്ങും വേണം. അതില്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരമായി മാറും.
പിന്നെ ഉള്ളത് എന്നോട് ചോദിച്ച ചോദ്യം ജെനുവിനാണോ എന്നൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനുള്ള ഓരോ കാര്യങ്ങളും ഞാനപ്പോൾ ഈ ചാനലിലും അതുപോലെ ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് അവിടെയായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റുകളെല്ലാം ഞാൻ ഇടുന്നത്. അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇട്ടുന്നത് നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെയുള്ള ലോങ് വീഡിയോസൊക്കെ ഇടാനായിട്ട് ഞാൻ എൻ്റെ ഇത് പേഴ്സണൽ ചാനലിലാണ് ഇതിട്ടേക്കുന്നത്. അവിടെ തന്നെ ഞാൻ എൻ്റെ ഇതൊരു ക്രാഫ്റ്റ് വർക്ക് സിമ്പിളായിട്ട് ഞാൻ ചെയ്ത് വെറുതെ വീട്ടിലിരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഒന്നും വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ അവിടെ ആയിരിക്കും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഞാൻ ലെങ്തി വീഡിയോസ് ഇടുക. അപ്പോൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് പിന്നെ എന്നോട് ചോദിച്ചാൽ എൻ്റെ ഓഫീസ് എവിടെയാണ്. എനിക്ക് ആക്ച്വലി ഓഫീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിലൊരു ഓഫീസില്ല. ഹസ്ബൻഡിൻ്റെ സർജിക്കൽ ഷോപ്പുണ്ട്. അത് കൂത്താട്ടോളം ബിഫോർ യു സർജിക്കൽ ഷോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അത് ഞാൻ പലർക്കും മെസ്സേജ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അണ്ടറിലാണ്, ഞങ്ങൾക്ക് ഓൾറെഡി എൻ്റർടൈൻമെൻറ്റ് സെക്ടറിൻ്റെ ഒരു ചെറിയ ബിസിനസ് നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ എൻ്റെ ഇഷ്ടം, അതായത് എൻ്റെ ഒരു പാഷനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രാഫ്റ്റിൻ്റെ, അതിനാണ് ഞാൻ ഓണാമി ക്രാഫ്റ്റ് എന്ന് പേരിട്ടത്. അപ്പോൾ ഓരോന്നിനും ഒരു പേര് നമുക്ക് സെക്ഷൻ തിരിച്ചെടുക്കുന്നു എന്ന് മാത്രം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ചാറ്റ് ചെയ്യാം. ഇതോടൊപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ആ പേജ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇടുന്നതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താണെന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ പേഴ്സണലി റിപ്ലൈ തന്നോളാം. അപ്പോൾ താങ്ക് യു.